എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് 21 പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാൻ തുടങ്ങിയത്. ഇന്ന് അതിൻ്റെ തുടർച്ച. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The terms in two positions of some arithmetic sequences are given below. Write the first 5 terms of each. First question. Third term 34, sixth term 67. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ മൂന്നാമത്തെ ടേം 34ഉം ആറാമത്തെ ടേം 67ഉമാണെങ്കിൽ ആദ്യത്തെ 5 ടേം, ആ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 5 ടേം കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. തേർഡ് ടേം നമ്മൾ x3 എന്ന് എഴുതാം അല്ലേ, 34. സിക്സ്ത് ടേം x6, 67. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 2 ടേം തന്നാൽ അതിനകത്ത് നിന്ന് കോമൺ ഡിഫറൻസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന്. എങ്ങനെയായിരുന്നു? പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും? 6 - 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമ്മൾ ഡി എന്ന അക്ഷരം കൊണ്ടല്ലേ സൂചിപ്പിക്കാറ്. ഈക്വൽ ടു ടേം ഡിഫറൻസ്. ആറാമത്തെ ടേം 67 ആണ്. മൂന്നാമത്തെ ടേം തേർഡ് ടേം 34 ആണ്. അപ്പോൾ 67 - 34. അപ്പോൾ 6 - 3 എത്രയാണ്? 3. 3 ഇൻറ്റു ഡി ഈക്വൽ ടു 67 - 34 എന്ത് വരും? 3 ഇൻറ്റു ഡി ഈക്വൽ ടു 33. ഡി ഈക്വൽ ടു 33 ഗുണിക്കണം 3, സമത്തിനിപ്പുറം വരുമ്പോൾ ഹരിക്കണം 3 ആയിരിക്കും. 33നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 3ൽ 3 ഒരു പ്രാവശ്യം, 1 3 3 0. വീണ്ടും 3 ഇറക്കിയിട്ട് 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 1 3 3 0. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. നമുക്ക് ഈ സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് ടേം 34 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? x1 ഈക്വൽ ടു x3. x3യുടെ പുറകിലത്തെ ടേമാണ് x1 അല്ലേ? അപ്പോൾ x1 കണ്ടുപിടിക്കാൻ x3യിൽ നിന്ന് 3 - 1 2 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. സബ്ട്രാക്റ്റ് twice the common difference from x3. We get x1. x1 ഈക്വൽ ടു x3 നമുക്ക് 34 ആണെന്നറിയാം. 34 - 2 ഇൻറ്റു 11 ഈക്വൽ ടു 34 - 22. 34ൽ നിന്ന് 22 കുറച്ചാൽ എത്രയാ? 34 - 22 എത്ര വരും? 4ൽ നിന്ന് 2 പോയാൽ 2. 3 - 2 1 12. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്ത് വന്നു? 12. ഇനി നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 5 ടേം എഴുതാമല്ലോ. ഫസ്റ്റ് ടേം 12. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ 12ൻ്റെ കൂടെ 11 കൂട്ടണം. എന്ത് വരും? 23. ഇനി അടുത്ത ടേം കണ്ടുപിടിക്കാൻ 23 + 11 അത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. എത്രയാ? 34. ഇനി അടുത്ത ടേം കണ്ടുപിടിക്കാൻ 34ൻ്റെ കൂടെ 11 കൂട്ടുക. എത്ര വരും? 45. 4 ടേമേ ആയുള്ളൂ. ഇനി ഒരു ടേമും കൂടി നമുക്ക് എഴുതണം. 45ൻ്റെ കൂടെ 11 56. ഇങ്ങനെ ഈ അരിത്തമെറ്റിക് സീക്വൻസ് തുടർന്നു പോകും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. തേർഡ് ടേം 43, സിക്സ്ത് ടേം 76. തേർഡ് ടേം പറഞ്ഞാൽ x3 43 ആണ്. സിക്സ്ത് ടേം x6 76 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? പൊസിഷൻ ഡിഫറൻസ്
മൈനസ് എന്ന് പറയുമ്പോൾ 6 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. 6th ടേം 76 ആണ്. അപ്പോൾ 76 മൈനസ് 3rd ടേം 43 ആണ്. 43. 6 മൈനസ് 3 എത്രയാണ്? 3. അപ്പോൾ 3 ഇൻറ്റു ഡി ഈക്വൽ ടു 76 മൈനസ് 43 എത്രയാണ്? 76 മൈനസ് 43. 6ന് 3 പോയാൽ 3, 7ന് 4 പോയാൽ 3, 33, 33. അപ്പോൾ ഡി ഈക്വൽ ടു ഇൻറ്റു 3 സമത്തിനിപ്പുറം വരുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. 33നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? തൊട്ട് മുമ്പേ ഉള്ള കണക്കിൽ നമ്മൾ കണ്ടതാണ്. 33നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 11 ആണെന്ന്. 0 3 ഇറക്കിയിട്ട് 3ൽ 3 ഒരു പ്രാവശ്യം, 1 3 3 0. അപ്പം കോമൺ ഡിഫറൻസ് ഇവിടെ എത്ര കിട്ടി? 11. നമുക്ക് ഫസ്റ്റ് 5 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. x1 സമം x3 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? x3യുടെ പുറകിലുള്ള ടേമാണ് x1. അപ്പോൾ x1 കണ്ടുപിടിക്കാൻ x3യിൽ നിന്ന് 3 മൈനസ് 1 2 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. സബ്ട്രാക്റ്റ് twice the common difference from x3 we get x1. അപ്പോൾ x3 43 ആണ്. 43 മൈനസ് 2 ഇൻറ്റു ഡി എത്രയാണ്? 11 ആണ്. അപ്പോൾ 43 മൈനസ് 22. 43ൽ നിന്ന് 22 കുറച്ചാൽ എത്രയാണ്? 43 മൈനസ് 22. 2 1 3, 2 2 4, 21. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി 21. കോമൺ ഡിഫറൻസ് 11 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കാമല്ലോ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ. എന്ത് വരും? ഫസ്റ്റ് ടേം 21. അപ്പോൾ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ 21ഉം 11ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര വരും? 32. തേർഡ് ടേം നമുക്ക് എത്രയാന്ന് തന്നിട്ടുണ്ട്? 43 ആന്ന് തന്നിട്ടുണ്ടല്ലോ. 32ൻ്റെ കൂടെ 11 കൂട്ടിയാലാണ് 43 കിട്ടുന്നത്. 43. ഇനി അടുത്ത ടേം 43യുടെ കൂടെ 11 കൂട്ടണം, 54 അല്ലേ? പിന്നെ 54ൻ്റെ കൂടെ വീണ്ടും 11 കൂട്ടണം, 65. ഇങ്ങനെ തുടർന്നു പോകും ഈ സീക്വൻസ്. ഇനി അടുത്ത ചോദ്യം. തേർഡ് ടേം 2, ഫിഫ്ത്ത് ടേം 3. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ x3 2 ആണ്. ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ x5 3 ആണ്. ഇവിടെയും നേരത്തെ കണ്ടുപിടിച്ച പോലെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 മൈനസ് 3. 5 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. ഫിഫ്ത്ത് ടേം എത്രയാണ്? 3 മൈനസ് തേർഡ് ടേം എത്രയാണ്? 2. അപ്പോൾ 5 മൈനസ് 3 2 ആണ്. 2 ഇൻറ്റു ഡി ഈക്വൽ ടു 3 മൈനസ് 2 1. അപ്പോൾ ഡി ഈക്വൽ ടു 1 ഇൻറ്റു 2. ഇപ്പുറത്ത് സമത്തിനിപ്പുറം വരുമ്പോൾ ബൈ 2 ആവും. അപ്പോൾ കോമൺ ഡിഫറൻസ് 1/2. ഇവിടെയും നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. കാരണം നമ്മളോട് ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 5 ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ x1 ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ തേർഡ് ടേമിൽ നിന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ x3 ഇവിടെ എത്രയാണ്? 2 ആണ്. 2 മൈനസ് 2 ഇൻറ്റു ഡി എത്രയാണ്? 1/2. ഈ രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ എന്ത് വരും? 2 മൈനസ് 1 എത്രയാണ്? 1. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം എത്രയാണ്? 1. സെക്കൻഡ് ടേം 1 + 1/2 എന്ന് പറഞ്ഞാൽ 1 1/2 എന്നാണ് അർത്ഥം.
അപ്പം 1/2. ഇനി ഇതിൻ്റെ കൂടെ 1/2 കൂട്ടിയാൽ തേർഡ് ടേം കിട്ടും. അപ്പം 1/2 + 1/2. ഇതെന്ത് വരും? 1/2 എന്ന് പറഞ്ഞാൽ 1 + 1/2 ആണല്ലോ. അപ്പം 1 + 1/2 + 1/2 എന്ത് വരും? ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം കൂട്ടുമ്പോൾ ആൻസറിലും ഡിനോമിനേറ്റർ 2 തന്നെ ആയിരിക്കും. ന്യൂമറേറ്റർ കൂട്ടിയാൽ മതി. 1 + 1 2. ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യയാണെങ്കിൽ അത് 1 ആണ്. അപ്പോൾ 1 + 1. 2/2നെ നമുക്ക് 1 എന്ന് എഴുതാം. അപ്പോൾ 2. അപ്പോൾ തേർഡ് ടേം എന്ത് വരും? 2. ഇനി ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ 2ൻ്റെ കൂടെ 1/2 കൂട്ടുക. 2 + 1/2 എന്ന് പറഞ്ഞാൽ 2 1/2 എന്ന് എഴുതാം. അപ്പോൾ അടുത്ത ടേം 2 1/2. അപ്പം 4 ഇനി ഒരു ടേം കൂടി കണ്ടുപിടിക്കണം. 2 1/2 + 1/2 എന്ന് പറഞ്ഞാൽ 2 1/2 എന്ന് പറഞ്ഞാൽ 2 + 1/2 ആണല്ലോ. അപ്പം 2 + ഇതേപോലെ ഈ ഫ്രാക്ഷൻ കൂട്ടണം. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആൻസറിലും ഡിനോമിനേറ്റർ 2 തന്നെ. ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയാൽ മതി. 1 + 1 2. 2/2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ 2 + 1 3. ഇങ്ങനെ ഈ സീക്വൻസ് തുടർന്നു പോകും. ഈ സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫോർത്ത് ടേം 2, സെവൻത്ത് ടേം 3. അപ്പോൾ x4 ഫോർത്ത് ടേം 2 ആണ്. x7 സെവൻത്ത് ടേം 3 ആണ്. ഇവിടെയും നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. പൊസിഷൻ ഡിഫറൻസ് 7 - 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. സെവൻത്ത് ടേം എത്രയാണ്? 3 മൈനസ് ഫോർത്ത് ടേം 2. അപ്പോൾ എന്ത് വരും? 7 - 4 3. 3 ഇൻറ്റു ഡി ഈക്വൽ ടു 3 - 2 1. അപ്പോൾ ഡി ഈക്വൽ ടു 1. ഇവിടുത്തെ ഇൻറ്റു 3 സമത്തിനിപ്പുറം വരുമ്പം /3 ആകും. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് 1/3 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഇവിടെ ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം എത്രയാണ്? 2 ആണ്. ഫോർത്ത് ടേമിൻ്റെ പുറകിലുള്ള ടേം അല്ലേ ഫസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഫോർത്ത് ടേമിൽ നിന്ന് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം? 4 - 1 എത്രയാണ്? 3. 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അപ്പോൾ എന്ത് വരും? x1 ഈക്വൽ ടു ഫോർത്ത് ടേം 2 ആണ്. 2 - 3 ഇൻറ്റു 3d എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു d എന്നാണ്. d 1/3 ആണ്. ഈ 3യും ഈ 3യും വെട്ടിപ്പോയി. അപ്പോൾ x1 ഈക്വൽ ടു 2 മൈനസ് ഇവിടെ 1 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 2 - 1 1. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം 1 ആണ്. സെക്കൻഡ് ടേം 1 + 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1/3 തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ടേം 1 1/3. ഇനി അടുത്ത ടേം എന്ത് വരും? 1 1/3 + 1/3 ഈക്വൽ ടു 1 1/3 എന്ന് പറഞ്ഞാൽ 1 + 1/3 അല്ലേ. അപ്പോൾ 1 പ്ലസ് ഇനി ഈ രണ്ട് ഫ്രാക്ഷനും കൂടെ കൂട്ടണം. തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആൻസറിൽ ഡിനോമിനേറ്റർ 3 തന്നെ. 1 + 1 2. അപ്പം 1 + 2/3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 2/3 എന്ന് എഴുതാം. അപ്പോൾ അടുത്ത ടേമിൻ്റെ വരും 1 2/3. ഇനി ഇതിൻ്റെ അടുത്ത ടേം കണ്ടുപിടിക്കാൻ 1 2/3 + 1/3. കോമൺ ഡിഫറൻസ് 1/3 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 2/3 എന്ന് പറഞ്ഞാൽ 1 + 2/3 ആണ്. അപ്പോൾ 1 പ്ലസ് ഈ രണ്ട് ഫ്രാക്ഷനും കൂടെ കൂട്ടണം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 3 തന്നെ. 2 + 1 ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടുക 3. അപ്പോൾ 1 + 3/3 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യ. അപ്പോൾ 1 2. അപ്പം നാലാമത്തെ
ടേം 2. ഇനി ഒരു ടേം കൂടി കണ്ടുപിടിക്കണം അല്ലേ. അതായത് 2 + 1/3. 2 + 1/3 നമുക്ക് എങ്ങനെ എഴുതാം? 2 1/3. അപ്പോൾ 2 1/3 ഇങ്ങനെ ഈ സീക്വൻസ് തുടർന്നു പോകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡ് ടേം 5, ഫിഫ്ത്ത് ടേം 2. അപ്പോൾ x2 5 ആണ്, x5 ഫിഫ്ത്ത് ടേം 2 ആണ്. അപ്പം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പൊസിഷൻ ഡിഫറൻസ് 5 - 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. ഫിഫ്ത്ത് ടേം 2 ആണ്, 2 മൈനസ് സെക്കൻഡ് ടേം 5 ആണ്. അപ്പോൾ 5 - 2 എത്രയാണ്? 3. 3 ഇൻറ്റു ഡി ഈക്വൽ ടു 2 - 5 എത്രയാ? 5ന് 2 കുറയ്ക്കുക 3. എന്നിട്ട് ചെറുതിൽ നിന്നാണ് ഇവിടെ വലുത് കുറയ്ക്കുന്നത്. അപ്പം മൈനസ് ചിഹ്നം കൂടെ ഇടണം. അപ്പോൾ ഡി ഈക്വൽ ടു -3. ഇവിടുത്തെ ഇൻറ്റു 3 സമത്തിനിപ്പുറം വരുമ്പോൾ /3 ആകും. -3/3. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യയാണെങ്കിൽ 1 ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ന്യൂമറേറ്റർ -3യും ഡിനോമിനേറ്റർ +3യുമാണ് അല്ലേ. രണ്ടിനും വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. അപ്പോൾ ഇത് -1 ആയിരിക്കും. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ -1 ആയിരിക്കും. ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ ചിഹ്നമാണെങ്കിൽ ഇതെന്തായിരിക്കും? +1 ആയിരിക്കും. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും ഫസ്റ്റ് 5 ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സെക്കൻഡ് ടേം നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് -1 ആണെന്നും അറിയാം അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേമിൻ്റെ തൊട്ട് പുറകിലുള്ള ടേം അല്ലേ ഫസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം എന്തായിരിക്കും? സെക്കൻഡ് ടേമായ 5ൽ നിന്ന് കോമൺ ഡിഫറൻസ് -1 കുറയ്ക്കണം. അതായത് അരിത്തമെറ്റിക് സീക്വൻസ് x1 x2 ഇങ്ങനെയാണല്ലോ പോകുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഈ സെക്കൻഡ് ടേം x2 ആണ്. x2 നമുക്ക് 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ടു പുറകിലെ ടേം കണ്ടുപിടിക്കാൻ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് -1 ആണ്. അപ്പോൾ 5ൽ നിന്ന് -1 കുറയ്ക്കണം. ഇതെന്ത് വരും? 2 മൈനസ് അടുത്ത് വന്നാൽ അത് പ്ലസ് ആകത്തില്ലേ. അപ്പോൾ 5 + 1 = 6. നമ്മൾ 2 മൈനസ് അടുത്ത് വന്നാൽ പ്ലസ് ആകും എന്ന് പറയുമെങ്കിലും ഇത് പ്ലസ് ആകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. വ്യത്യസ്ത ചിഹ്നങ്ങൾ കുറയ്ക്കുമ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് സങ്കലന വിപരീതം കൊണ്ട് കൂട്ടുക എന്നാണ് പറയുന്നത്. ഇവിടെ 5 പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ്. അപ്പം വ്യത്യസ്ത ചിഹ്നങ്ങളാണ് ഇവിടെ കുറയ്ക്കുന്നത്. അപ്പോൾ 5 കൂട്ടണം എന്നല്ലേ പറഞ്ഞത്? കൂട്ടണം. ഈ -1ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? +1 ആണ്. അങ്ങനെയാണ് 5 + 1 6 ആകുന്നത്. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം 6, സെക്കൻഡ് ടേം 5 അല്ലേ. അപ്പോൾ ഓരോന്ന് കുറഞ്ഞാണ് വരുന്നത് അല്ലേ. ഇനി അടുത്ത ടേം കണ്ടുപിടിക്കാൻ 5ൻ്റെ കൂടെ -1 കൂട്ടണം. 5ൻ്റെ കൂടെ -1 കൂട്ടുന്നു. അപ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടുമ്പോൾ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 5ന് 1 കുറച്ച് 4. വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവാണ്. അതേപോലെ 4 + -1 3 അല്ലേ. വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടുമ്പോൾ വലുതിന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർത്തു. പിന്നെ 2. ഇപ്പോൾ 5 ടേമായില്ലേ. ഇങ്ങനെ തുടർന്നു പോകും ഈ അരിത്തമെറ്റിക് സീക്വൻസ്.